നമ്മൾ ഇന്ന് നോക്കാൻ പോവുക വർക്കിംഗ് ഗേജസ്, ഇൻസ്പെക്ഷൻ ഗേജസ് ആൻഡ് റെഫറൻസ് ഗേജസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ടൈലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗേജ് ഡിസൈൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, വർക്കിംഗ് ഗേജസ്. വർക്കിംഗ് ഗേജസ് ആർ ദോസ് യൂസ്ഡ് അറ്റ് ദ ബെഞ്ച് ഓർ മെഷീൻ ഇൻ ഗേജിങ് ദ വർക്ക് ആസ് ഇറ്റ് ബീങ് മെയ്ഡ്. അപ്പോൾ നമ്മളൊരു വർക്ക്, അതിലൊരു പാർട്ട്, അതിലൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്, ആ ഒരു വർക്കിൽ സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് വർക്കിംഗ് ഗേജ്. ദെൻ ഇൻസ്പെക്ഷൻ ഗേജ്. ദീസ് ഗേജസ് ആർ യൂസ്ഡ് ബൈ ദ ഇൻസ്പെക്ഷൻ പേഴ്സണൽ ടു ഇൻസ്പെക്ട് മാനുഫാക്ചേർഡ് പാർട്സ് വെൻ ഫിനിഷ്ഡ്. അപ്പോൾ മാനുഫാക്ചർ ചെയ്തെടുത്തൊരു പാർട്ട് ഫൈനലായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇൻസ്പെക്ഷൻ ഗേജസ്. ദെൻ റെഫറൻസ് ഗേജസ്. ദീസ് ആർ ഓൾസോ കോൾഡ് മാസ്റ്റർ ഗേജസ്. These are used only for checking the size or condition of other gauges and represent as exactly as possible the physical dimensions of the product. അപ്പോൾ റെഫറൻസ് ഗേജസ് അല്ലെങ്കിൽ മാസ്റ്റർ ഗേജസ് യൂസ് ചെയ്യുക കണ്ടീഷൻ ഓഫ് അതർ ഗേജസ് എങ്ങനെയാണ്, മറ്റ് ഗേജസിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് മാസ്റ്റർ ഗേജസ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടൈലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗേജ് ഡിസൈൻ. ദെൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് ടൈലേഴ്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ? ഗോ ഗേജസ് ഷുഡ് ബി ഡിസൈൻഡ് ടു ചെക്ക് ദ മാക്സിമം മെറ്റീരിയൽസ് ലിമിറ്റ് വൈൽ ദ നോ ഗോ ഗേജസ് ഷുഡ് ബി ഡിസൈൻഡ് ടു ചെക്ക് ദ മിനിമം മെറ്റീരിയൽ ലിമിറ്റ്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, ഗോ ഗേജ് എന്തായിരിക്കും, മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് ആയിരിക്കും ചെക്ക് ചെയ്യുക. നോ ഗോ ഗേജ് എന്തായിരിക്കും, മിനിമം മെറ്റീരിയൽ ലിമിറ്റ് ആയിരിക്കും ചെക്ക് ചെയ്യുക. ദെൻ പ്ലഗ് ഗേജ്. പ്ലഗ് ഗേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചെക്ക് ദ ഹോൾ. പ്ലഗ് ഗേജ് യൂസ് ചെയ്യുന്നത് ചെക്ക് ദ ഹോൾ. ഹോള്, ആ ഹോളിൻ്റെ സൈസ് അണ്ടർ ലിമിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പ്ലഗ് ഗേജസ് യൂസ് ചെയ്യുക. Then go plug gauge corresponds to the low limit of hole and no go plug gauge corresponds to the high limit of hole. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ദെൻ സ്നാപ്പ് ഗേജ്. എന്തിനാണ് സ്നാപ്പ് ഗേജ് യൂസ് ചെയ്യുന്നത്? ഫോർ ചെക്കിംഗ് ദ ഷാഫ്റ്റ്സ്. ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻസ് അണ്ടർ ടോളറൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സ്നാപ്പ് ഗേജസ് യൂസ് ചെയ്യുക. ഗോ സ്നാപ്പ് ഗേജ് correspond to the high limit of shaft and no go snap gauge corresponds to the low limit of shaft. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഗോ ഗേജ് മാക്സിമം മെറ്റീരിയൽ ലിമിറ്റും നോ ഗോ ഗേജ് മിനിമം മെറ്റീരിയൽ ലിമിറ്റ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഷാഫ്റ്റിന് മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറയുന്ന അപ്പർ ലിമിറ്റും മിനിമം മെറ്റീരിയൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റുമാണ്. ഹോളിൻ്റെ കേസിൽ മാക്സിമം മെറ്റീരിയൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും മിനിമം മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും ആയിരിക്കും. ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ദ ഗോ ആൻഡ് നോ ഗോ പ്ലഗ് ഗേജസ് ആസ് വെൽ ആസ് ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഗോ ആൻഡ് നോ ഗോ സ്നാപ്പ് ഗേജസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ടോളറൻസ് ഓഫ് ദ ടെസ്റ്റഡ് ഹോൾ. അപ്പോൾ ഗോ ഗേജും നോ ഗോ ഗേജും അതിൻ്റെ സൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടോളറൻസ് ആയിരിക്കും. ദെൻ നമ്മളിത് ഓൾറെഡി നേരത്തെ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോള് ഗോ ഗേജ് അല്ലെങ്കിൽ നോ ഗോ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് പറഞ്ഞതായിരുന്നു. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ, ടൈലേഴ്സ് പ്രിൻസിപ്പിളാണ് ഗോ ഗേജസ് ഷുഡ് ചെക്ക് ഓൾ ദ റിലേറ്റഡ് ഡയമെൻഷൻസ്, ദാറ്റ് ഈസ് റൗണ്ട്നെസ്, സൈസ്, ലൊക്കേഷൻ എക്സെട്ര simultaneously, whereas no go gauge should check only one element of dimension. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഗോ ഗേജ് മാക്സിമം മെറ്റലും നോ ഗോ ഗേജ് മിനിമം മെറ്റലായിരുന്നു. ദെൻ അത് നമ്മൾ എങ്ങനെ ഒരു ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ഹോളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് ഗോ ഗേജ് ആണ് നമ്മൾ ചെയ്തെടുത്ത ഒരു ഹോളാണെങ്കിൽ ആ ഹോളിൽ കൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ചെയ്തെടുത്തൊരു ഷാഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഗേജ് ഷാഫ്റ്റിൽ കൂടെ കടന്നു പോകുന്നത്. സോ ഇപ്പോൾ ഗോ ഗേജ് ആയിരിക്കും ഏതാണോ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുത്ത പാർട്ട് ആ പാർട്ടിൽ കൂടെ കടന്നു പോകുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ ഗോ ഗേജ് ജസ്റ്റ് ഡയമെൻഷൻ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഗോ ഗേജ് ജസ്റ്റ് ലിമിറ്റിലാണോ അല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്യുകയല്ല, അതോടൊപ്പം തന്നെ ആ ഒരു പാർട്ട് അതിൻ്റെ റൗണ്ട്നെസ്, സൈസ്, ലൊക്കേഷൻ തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. According to this rule, go plug gauge should have a full circular section and be of full length of the hole it has to check. നമ്മളിപ്പോൾ ഒരു ഹോൾ എടുത്തു, ആ ഹോള് നമുക്ക് ചെക്ക് ചെയ്യണം. മീൻസ് ആ ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗോ പ്ലഗ് ഗേജ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗോ പ്ലഗ് ഗേജ് ജസ്റ്റ് ആ ഹോളിലെ എൻട്രൻസിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇറക്കുന്നു. അപ്പോൾ ഗോ പ്ലഗ് ഗേജ് ജസ്റ്റ് കടന്നു പോകുന്നുവെങ്കിൽ ആ ഒരു സ്പെസിമെൻ അക്സെപ്റ്റബിൾ ആണെന്ന് വെക്കാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം, ക്ലിയർ ആവും. അപ്പോൾ നമ്മളൊരു ഹോള് ചെയ്തെടുത്തു, ഇതാണ് ഹോള്. അപ്പോൾ നമ്മുടെ ഗോ പ്ലഗ് ഗേജ് ആണ് ഈ കാണുന്നതെന്ന് കരുതുക. അപ്പോൾ ഗോ പ്ലഗ് ഗേജ് ജസ്റ്റ് ഈ ഒരു ഹോളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഗോ പ്ലഗ് ഗേജ് കടന്നു പോകുന്നുണ്ട്. ദെൻ നമ്മൾ ഗോ പ്ലഗ് ഗേജ് മാറ്റുന്നു, മെറ്റീരിയൽ അക്സെപ്റ്റഡ് ആണ് എന്ന് പറയുന്നു, മെറ്റീരിയൽ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ സംടൈംസ് ഈ ഹോളിനൊരു ചെറിയ കർവ്നെസ് ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഈ ഹോളിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഡയമീറ്ററിൽ വ്യത്യാസമുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ എൻട്രൻസിൽ മാത്രമായിട്ട് ഗോ പ്ലഗ് ഗേജ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ഇറക്കുമ്പോൾ ഗോ പ്ലഗ് ഗേജ് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു ഹോള് അക്സെപ്റ്റബിൾ ആണ് എന്ന് വെക്കാം. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ഈ ഗോ പ്ലഗ് ഗേജ് ഫുള്ളായിട്ട് ഈ മെറ്റീരിയൽ ഈ ഒരു പാർട്ടിനകത്തൂടെ അല്ലെങ്കിൽ ഹോളിനകത്തൂടെ മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഹോളിനകത്ത് എന്തെങ്കിലും ഡയമീറ്ററിലൊരു വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ആ ഹോള് എന്ന് പറയുന്ന ഒരല്പം എന്നാ പറയുന്നത് ഒരു സ്ട്രെയിറ്റ് അല്ലാത്തൊരു കേസൊക്കെ ഉണ്ടോ. അപ്പോൾ അതൊക്കെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗോ ഗേജ് ഫുള്ളായിട്ട് ആ മെറ്റീരിയൽ ആ ഒരു ഹോളിൽ കൂടെ കടന്നു പോയാലേ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തെടുത്ത ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ടെയ്ലേഴ്സ് സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ അതാണ് എഴുതുന്നത്, അക്കോർഡിംഗ് ടു ദിസ് റൂൾ ഗോ പ്ലഗ് ഗേജ് ഷുഡ് ഹാവ് എ ഫുൾ സർക്കുലർ സെക്ഷൻ ആൻഡ് ബി ഓഫ് ഫുൾ ലെങ്ത് ഓഫ് ദ ഹോൾ ഇറ്റ് ഹാസ് ടു ചെക്ക്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ബി ഓഫ് ഫുൾ ലെങ്ത്. അതായത് ഗോ പ്ലഗ് ഗേജ് ജസ്റ്റ് ആ ലിമിറ്റ്, ഇപ്പോൾ ഹോളിൻ്റെ കേസാണെങ്കിൽ ആ ലോ ലിമിറ്റ് മാത്രം ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല, ആ ഫുൾ ലെന്ത്, ഹോളിലെ ആ ഫുൾ ലെന്ത് മുഴുവനായിട്ടും ചെക്ക് ചെയ്ത് ആ ഫുൾ ലെന്തും സ്ട്രെയിറ്റ് ആണെങ്കിൽ ആ ഹോൾ സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഹോളിൻ്റെ ഡയമീറ്ററിലൊന്നും വ്യത്യാസമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി റൗണ്ട്നെസ് കറക്റ്റാണോ, മീൻസ് ഒരു ഹോള് ആ ഹോളിൽ എവിടെയെങ്കിലും ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ഒന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പം അതിനൊക്കെയും എന്ത് വേണം, ഫുൾ ലെന്തിലുള്ള ആ ഹോളിൽ കൂടെ ഫുള്ള് കടന്നു പോകുന്ന ഒരു ഗോ പ്ലഗ് ഗേജ് വേണം. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് എനി ലാക്ക് ഓഫ് സ്ട്രെയിറ്റ്നെസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗോ പ്ലഗ് ഗേജ് ആ ഫുൾ ഹോളിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗോ പ്ലഗ് ഗേജ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. എൻഷുവേഴ്സ് ദാറ്റ് എനി ലാക്ക് ഓഫ് സ്ട്രെയിറ്റ്നെസ്, സ്ട്രെയിറ്റ് ആയിട്ടാണോ ഹോൾ ഉള്ളത്, ചെരിവും വളവും ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. റൗണ്ട്നെസ് ഓഫ് ദ ഹോൾ മീൻസ് ഡയമീറ്റർ കറക്റ്റായിട്ടാണോ പോകുന്നത്, എവിടെയെങ്കിലും ഡയമീറ്ററിന് ഒരു കുറവുണ്ടോ, അല്ലെങ്കിൽ ഈ റൗണ്ട്നെസ് കറക്റ്റാണോ, എവിടെയെങ്കിലും എലിപ്റ്റിക്കലായിട്ട് ഹോൾ മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. or roundness of the hole will prevent the entry of full length go plug gauge. അപ്പോൾ ഗോ പ്ലഗ് ഗേജ് ഫുള്ളായിട്ട് ആ ഹോളിൽ കൂടെ കടത്തി വിട്ടാലേ ആ ഹോളിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് ഹോളിലേക്ക് എൻട്രി ചെയ്ത് ഓക്കെ ഗോ പ്ലഗ് ഗേജ് കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു സ്പെസിഫിൻ അക്സെപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഹോള് സ്ട്രെയിറ്റ് അല്ല വന്നാൽ, കറക്റ്റായിട്ടുള്ള റൗണ്ട്നെസ് ഇല്ലാതെ വന്നാൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു ഹോൾ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഹോളിൽ കൂടെ ത്രൂ ഔട്ട് ഗോ പ്ലഗ് ഗേജ് കടന്നുപോയി ആ ഹോൾ കംപ്ലീറ്റ് ആയിട്ടും ചെക്ക് ചെയ്യണം. If this condition is not fulfilled, the inspection of the part which the gauge may give wrong
ഗീവ് റോങ് റിസൾട്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കംപ്ലീറ്റ് ആയിട്ടും ആ ഹോളിൽ കൂടെ നമുക്ക് ഈ ഗോ ഗേജ് കിടത്തി വിട്ടുകൊണ്ട് ചെക്ക് ചെയ്തില്ല എങ്കിൽ മേ ബി നമുക്ക് റോങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം ആ ഒരു ഹോളിൻ്റെ അകത്ത് എവിടെയെങ്കിലും രീതിയിൽ റൗണ്ട്നെസ് എററോ അതല്ലെങ്കിൽ സ്ട്രെയിറ്റ്നെസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റാതെ പോകാം. അങ്ങനെ വന്നാൽ അവിടെ റോങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഗോ ഗേജ് ഈ കാണുന്ന ഹോളിൽ കൂടെ ഫുള്ളായിട്ട് കടന്നു പോയി. ആ ഹോൾ സ്ട്രെയിറ്റ് ആണോ, അതിൻ്റെ റൗണ്ട്നെസ് കറക്റ്റ് ആണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ ഹോളിൻ്റെ ചെക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ വേണം ഗോ പ്ലഗ് ഗേജ് ഡിസൈൻ ചെയ്യാൻ, അത് യൂസ് ചെയ്യാൻ. ദെൻ ഇനി അടുത്തൊരു കേസാണ് നമ്മൾ നോക്കാൻ പോകുക. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ നമ്മൾ ചെയ്തെടുത്ത ഒരു ഹോൾ. അപ്പോൾ അത് ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ഒന്നാണ്. ദെൻ ഈ കാണുന്നതാണ് ടോളറൻസ് സോണ്. ദെൻ ഹൈ ലിമിറ്റ് ഓഫ് ഹോളാണ് ഇത്. ഹൈ ലിമിറ്റ് ഓഫ് ഹോളാണിത്. ദെൻ ഇതാണ് ടോളറൻസ് സോൺ. അപ്പോൾ ഹോള് നമ്മൾ ചെയ്തെടുത്തത് ഒരു ഓവൽ ഷേപ്പിലായി പോയി എങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഗോ പ്ലഗ് ഗേജ് യൂസ് ചെയ്യുന്നു, പക്ഷെ ഗോ പ്ലഗ് ഗേജ് കടന്നു പോകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള റൗണ്ട്നെസ്, മീൻസ് അതൊരു ഓവൽ ഷേപ്പിലാണ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ വരും. കാരണം ഗോ പ്ലഗ് ഗേജ് കടന്നു പോകുന്നുണ്ട്, നോ ഗോ ഗേജ് കടന്നു പോകുന്നില്ല, ദെൻ അക്സെപ്റ്റ് ചെയ്തു പോകാം. അപ്പോൾ പക്ഷേ അതിൻ്റെ ആ ഒരു ഓവൽ ഷേപ്പ് മൂലം അത് ഒരു ആപ്ലിക്കേഷന് എന്താണോ, എന്ത് പർപ്പസിന് വേണ്ടിയാണോ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് നിർമ്മിച്ചത് അതിന് സൂട്ടബിൾ അല്ലാതായി പോകാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ? കൺസിഡർ ആൻ എലിപ്റ്റിക്കൽ ഹോൾ as shown in figure. It can be clearly observed from figure that the not go gauge does not enter because the minor axis of the ellipse is smaller. അപ്പോൾ കണ്ടോ, ഇപ്പം ഈ ഒരു എലിപ്റ്റിക്കൽ ഹോളിനെ സംബന്ധിച്ച് ഇതാണ് എലിപ്റ്റിക്കലായിട്ട് നമ്മൾ നിർമ്മിച്ച ഹോൾ. മീൻസ് കംപ്ലീറ്റ് എലിപ്റ്റിക്കൽ എന്നല്ല, ചെറിയൊരു റൗണ്ട്നെസ്സിന് വേരിയേഷൻ ഉണ്ടായി എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നോട്ട് ഗോ ഗേജ് പോകത്തില്ല, കാരണം ഹൈ ലിമിറ്റ് ഓഫ് ദ ഹോൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ഗോ ഗേജ് കറസ്പോണ്ട്സ് ടു മിനിമം മെറ്റൽ കണ്ടീഷൻ ഫോർ ഹോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ഗോ ഗേജ് കടന്നു പോകത്തില്ല. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്, നോട്ട് ഗോ ഗേജ് ഡസ് നോട്ട് എൻ്റർ. ഓക്കെ, ഇനി therefore even if the hole is slightly elliptical, the gauge does not take into account this variation of the hole shape and it still get accepted as the go gauge assembles and the not gauge does not. അതായത് ഇത്തരത്തിലൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഹോളാണെങ്കിലും അവിടെ നോട്ട് ഗോ ഗേജ് കടന്നു പോകുന്നില്ല, പക്ഷെ ഗോ ഗേജ് കടന്നു പോകുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു സ്പെസിമെൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സ്പെസിമെൻ എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, കറക്റ്റായിട്ടുള്ള റൗണ്ട്നെസ് ഇല്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പാർട്ട് അക്സെപ്റ്റ് ചെയ്താലും അതിൻ്റെ പർപ്പസ് എന്താണോ അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരാം. അപ്പം എനിവേ ഗോ ഗേജും നോ ഗോ ഗേജും ഉപയോഗിച്ച് അതിൻ്റെ യൂഷ്വൽ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഹോള് ചെക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ടു ഓവർകം ദിസ് പ്രോബ്ലം ഈസ് ടു എംപ്ലോയ് ദ നോട്ട് ഗോ വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് എ പിൻ. അപ്പം ഇത്തരത്തിലുള്ള ഒരു പിൻ ഷേപ്ഡ് ആയിട്ടുള്ള നോട്ട് ഗോ ഗേജ് വേണം അവിടെ യൂസ് ചെയ്യാൻ. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ കാണുന്നത്, പിൻ ടൈപ്പ് നോട്ട് ഗോ ടു ചെക്ക് ദ ഓവൽറ്റി. അപ്പോൾ ഓവൽ ഷേപ്പിലാണോ ഹോൾ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ ഒരു നോട്ട് ഗോ ഗേജ്, ഇത്തരത്തിലുള്ള നോട്ട് ഗോ ഗേജ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് എനി എറർ ഇൻ ദ സർക്കുലാരിറ്റി ക്യാൻ ഈസിലി ബി ഡിറ്റക്റ്റഡ് ബൈ പ്ലേസിങ് ദ പിൻ അറ്റ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസ് ഓഫ് ദ കോൺ. അപ്പോൾ ഈ പിന്ന് ആ നിർമ്മിച്ച ഹോള് അതിൻ്റെ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഹോള് കറക്റ്റ് റൗണ്ട് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗോ ഗേജ് ഉണ്ട്, നോ ഗോ ഗേജ് ഉണ്ട്. ഗോ ഗേജിൻ്റെ പർപ്പസ് എന്താണ്, നോ ഗോ ഗേജിൻ്റെ പർപ്പസ് എന്താണ്, അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഷാഫ്റ്റും ഹോളും അണ്ടർ പെർമിസിബിൾ ലിമിറ്റിലാണോ ഷാഫ്റ്റിൻ്റെ ഹോളിൻ്റെ ഡയമെൻഷൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. സെക്കൻഡ് പ്രിൻസിപ്പിളിലേക്ക് പറയുന്നത്, ഒരു ഹോൾ എടുക്കുകയാണെങ്കിൽ ആ ഹോളിലേക്ക് ജസ്റ്റ് ഗോ ഗേജ് എൻ്റർ ചെയ്യുന്നു, നോട്ട് ഗോ ഗേജ് എൻ്റർ ചെയ്യുന്നില്ല എങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ആ ഹോള് നീളമുള്ള ഒരു ഹോളാണ് എങ്കിൽ അതിൻ്റെ സ്ട്രെയിറ്റ്നെസ് അതുപോലെ റൗണ്ട്നെസ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവിടെ എറർ ഉണ്ടാകും.
അപ്പം അത് ചെക്ക് ചെയ്യാൻ യൂഷ്വലായിട്ടുള്ള ഒരു ഗോഗേജ് കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ആ ഫുള്ള് ഹോളിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഗോഗേജ് ഉണ്ടെങ്കിലേ ആ ഹോളിൻ്റെ സ്ട്രെയിറ്റ്നെസ്, റൗണ്ട്നെസ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഹോള് എന്തെങ്കിലും രീതിയിൽ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടെങ്കിലും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഗോഗേജ് ഉപയോഗിച്ചോ നോട്ട് ഗോഗേജ് ഉപയോഗിച്ചോ സാധിക്കില്ല. കാരണം അവിടെ എറർ ഉണ്ടാകും. അപ്പോൾ അവിടെ ഇത്തരത്തിൽ പിൻ ടൈപ്പ് ആയിട്ടുള്ള നോട്ട് ഗോഗേജ് യൂസ് ചെയ്തുകൊണ്ട് ഓവൽ ഷേപ്പിലാണോ ഹോൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗേജ് ടോളറൻസ്. ഗേജസ് കനോട്ട് ബി മാനുഫാക്ചേർഡ് ടു എക്സാക്ട് സൈസസ്. അപ്പോൾ ഗേജസും എക്സാക്ട് സൈസിലല്ല നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ടോളറൻസ് ആവശ്യമാണ്. സം വേരിയേഷൻസ് ഇൻ സൈസ് കനോട്ട് ബി എലിമിനേറ്റഡ് ഡ്യൂ ടു ഇംപെർഫെക്ഷൻ ഇൻ ദ പ്രോസസ്, സ്കിൽ ഓഫ് വർക്ക് എക്സെട്ര. അപ്പോൾ ഗേജസ് നിർമ്മിക്കുന്നതിലും എന്തെങ്കിലും ടൈപ്പിലൊരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായി ഒരു ടോളറൻസ് ആവശ്യമാണ്. Then allowance is provided to gauge maker for manufacturing gauges known as gauge tolerance. അപ്പോൾ എന്താണ് അലവൻസ് ഈസ് പ്രൊവൈഡഡ്? ഇപ്പോൾ ഒരു ഗേജസ് നിർമ്മിക്കുമ്പോൾ അവിടെയും ചെറിയൊരു അലവൻസ് കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നിനെയാണ് ഗേജ് ടോളറൻസ് എന്ന് പറയുക. ലിമിറ്റ് ഗേജസ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് എ ഗേജ് ടോളറൻസ് ഓഫ് 1/10 ഓഫ് വർക്ക് ടോളറൻസ്. അപ്പോൾ വർക്ക് ടോളറൻസ് മീൻസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്ക് ടോളറൻസ്. ആ വർക്കിൻ്റെ ടോളറൻസ് എന്താണോ അതിൻ്റെ 1/10 ആയിരിക്കും ഗേജ് ടോളറൻസ് ആയിട്ട് ലിമിറ്റ് ഗേജസിൽ വയ്ക്കുക. ദെൻ ഇൻസ്പെക്ഷൻ ഗേജസ് എന്ന് പറയുമ്പം ഇൻസ്പെക്ഷൻ ഗേജസ് ഈസ് ജനറലി 5% ഓഫ് വർക്ക് ടോളറൻസ് ആയിരിക്കും. ദെൻ നമുക്ക് അതിൻ്റെ ഡയഗ്രാം നോക്കാം ഗേജ് ടോളറൻസ്. അപ്പോൾ കുറേയും കൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഗേജ് ടോളറൻസിൽ തന്നെയും യൂണിലാറ്ററൽ സിസ്റ്റം, ബൈലാറ്ററൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ പ്ലഗ് ഗേജും ഉണ്ട്, സ്നാപ്പ് ഗേജും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പ്ലഗ് ഗേജ് എന്തിനു വേണ്ടിയാണ്, സ്നാപ്പ് ഗേജ് എന്തിനു വേണ്ടിയാണ്. പ്ലഗ് ഗേജ് ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതും സ്നാപ്പ് ഗേജ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പ്ലഗ് ഗേജിൻ്റെ ഹയർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. ഇതിനിടയ്ക്കുള്ളതാണ് വർക്ക് ടോളറൻസ്. ദെൻ നോട്ട് ഗോ. അപ്പോൾ പ്ലഗ് ഗേജ് ഹോള് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹോളിൻ്റെ കേസിലെ ലോവർ ലിമിറ്റാണ് മാക്സിമം മെറ്റൽ കണ്ടീഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോ ഗേജ് എന്തായിരിക്കും, റെപ്രസെൻറ്റ്സ് ലോവർ ലിമിറ്റ്. നോ ഗോ എന്തായിരിക്കും, ഹയർ ലിമിറ്റ്. ഇനി ഷാഫ്റ്റിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്നാപ്പ് ഗേജസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഷാഫ്റ്റിൽ ഹയർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഹയർ ലിമിറ്റാണ് മാക്സിമം മെറ്റൽ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. സോ ഹയർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ഗേജ് വരും, ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നോ ഗോ ഗേജ് വരും. എനിവേ ഇവിടെ യൂണിലാറ്ററൽ സിസ്റ്റത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ ബ്ലൂ കളറുള്ള ഏരിയയാണ് ഗേജ് ടോളറൻസ്. അപ്പോൾ യൂണിലാറ്ററൽ സിസ്റ്റത്തിൽ ഈ വർക്ക് ടോളറൻസ് ഉണ്ട്. വർക്ക് ടോളറൻസിൻ്റെ ഒരു ചെറിയ പോർഷനായിട്ടായിരിക്കും ഗേജ് ടോളറൻസ് എടുക്കുക, ഈ കാണുന്നത്. ബൈലാറ്ററൽ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു, അത് രണ്ട് സൈഡിലേക്കുമായിട്ട് ആ ഗേജ് ടോളറൻസ് ഡിവൈഡ് ചെയ്തു പോകുന്നു. അതായത് വർക്ക് ടോളറൻസിൻ്റെ പോർഷൻ എടുക്കും, അതോടൊപ്പം തന്നെ വർക്ക് ടോളറൻസ് അല്ലാത്തൊരു പോർഷനും ഗേജ് ടോളറൻസിൻ്റെ ഭാഗമായിട്ട് വരാം. ഇതാണ് ബൈലാറ്ററൽ സിസ്റ്റം. ദെൻ അലോക്കേഷൻ ഓഫ് ഗേജ് ടോളറൻസ്. അപ്പോൾ നമ്മൾ ഗേജ് ടോളറൻസ് എന്താണെന്ന് കണ്ടു. ദെൻ allocation of gauge tolerance. After the magnitude of the gauge tolerance is determined, it must then be positioned relative to the work limits so that it does not cause the gauge to accept the defective work. ഇനി നമ്മൾ ഗേജ് ടോളറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മീൻസ് നമ്മൾ നേരത്തെ കണ്ട യൂണിലാറ്ററൽ സിസ്റ്റത്തിൽ എന്ന രീതിയിൽ അലോക്കേറ്റ് ചെയ്യണോ അതോ ബൈലാറ്ററൽ സിസ്റ്റം എന്ന രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. യൂണിലാറ്ററൽ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് ടോളറൻസ് ഈസ് പ്രിഫേർഡ്. ഗേജ് ടോളറൻസ് സോൺ ലൈസ് എൻറ്റയർലി വിതിൻ ദ വർക്ക് ടോളറൻസ് സോൺ. വർക്ക് ടോളറൻസ് സോൺ ബിക്കംസ് സ്മോൾ ബൈ ദ സം ഓഫ് ദ ഗേജ് ടോളറൻസ്. ഈ കാണുന്നതാണ് ഗേജ് ടോളറൻസും വർക്ക് ടോളറൻസും. അത് യൂണിലാറ്ററൽ സിസ്റ്റവും ബൈലാറ്ററൽ സിസ്റ്റവും.
ഇനിയാണ് വിയർ അലവൻസ്. സൈസ് ഓഫ് ദ ഗോ പ്ലഗ് ഗേജ് ഈസ് റെഡ്യൂസ് ഡ്യൂ ടു വിയർ. അപ്പോൾ ഗോ പ്ലഗ് ഗേജ് ആണ് ഒരു പാർട്ടിനകത്തൂടെ പോകുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് ഗോ പ്ലഗ് ഗേജ് എടുക്കുമ്പോൾ ആ ഗോ പ്ലഗ് ഗേജ് നമുക്ക് ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഹോളിനകത്തൂടെ കടന്നു പോകുന്നു. ഇനിയിപ്പോൾ അതെല്ലാം സ്നാപ്പ് ഗേജ് ആണെങ്കിലും ഗോ സ്നാപ്പ് ഗേജ് ആ സ്നാപ്പ് ഗേജിനകത്തൂടെയാണ് ഷാഫ്റ്റ് കടന്നു പോകുന്നത്. അപ്പം അത്തരത്തിൽ എന്താണ് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് മൂലം അവിടെ വിയർ ആൻഡ് ടിയറിന് സാധ്യത കൂടുതലാണ്. ആർക്ക്? ഗോ പ്ലഗ് ഗേജിന് അല്ലെങ്കിൽ ഗോ ഗേജിന്. എ വിയർ അലവൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ ഗേജസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ വിയർ. In case of go plug gauge, wear allowance is added, while in ring or snap gauges it is subtracted. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് വിയർ അലവൻസ്. അപ്പോൾ വർക്ക് ടോളറൻസ്, ദെൻ ഗേജ് ടോളറൻസ്, ദെൻ ഒരു വിയർ അലവൻസും കൂടെ കൊടുക്കുന്നു. ഇത് പ്ലഗ് ഗേജിൻ്റെ കേസിലാണ്. ഇൻ കേസ് ഓഫ് ഗോ പ്ലഗ് ഗേജ് വിയർ അലവൻസ് എന്ന് പറയുന്ന ആഡ് ചെയ്യും, while in a ring or snap gauge it is subtracted. For no-go gauges, wear allowance is not provided as they are not subjected to much wear as go gauges. Okay. Then wear allowance is usually taken as 50% of work tolerance. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒപ്റ്റിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻ്റർഫെറോമീറ്റർ എന്താണ്, ഇൻ്റർഫെറോമെട്രി എന്താണ്, ഇൻ്റർഫറൻസ് അതിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു.